എല്ലാ കൂട്ടുകാർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? ഈ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ചോ? അപ്പോൾ ഇവിടെയും തകൃതിയായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കൂർക്കയും ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂർക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പിടി പൊടിച്ചെമ്മീനാണ് കേട്ടോ. ഒരു പിടിയേ എടുത്തിട്ടുള്ളൂ. ഭയങ്കര ചെറിയ ചെമ്മീനാണ്. അപ്പോൾ അതൊരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി, കറിവേപ്പില, 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് മുരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. പാകത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് സവാളയൊക്കെ. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത്ര എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ചുമ്മാ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയില്ലേ, അതിട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെയായിട്ട് കൂർക്ക അരിഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ ഇച്ചിരി കൂടി വലുതാക്കിയൊക്കെ അരിയാം. അപ്പോൾ നമുക്കെല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ അവസാനം ഇച്ചിരി മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റും ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കൂർക്ക. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. കൂർക്കയൊക്കെ വേകാൻ ഇച്ചിരി ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതാ ഒരു തരി വെള്ളം ഒഴിച്ചിട്ടില്ല. ചെമ്മീനൊക്കെ വെള്ളം അത്യാവശ്യം ഇച്ചിരി ഇറങ്ങിയിട്ടുണ്ട്. അത് മതി, ചെറിയ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അതൊക്കെ ധാരാളം. കഞ്ഞിയുടെ ഒപ്പം ചോറിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല അടിപൊളിയാണ്. ആ ചട്ടിയിൽ ഇച്ചിരി ചോറിട്ട് കഴിക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കൂർക്കയുടെ ടേസ്റ്റ് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കൂർക്ക. പിന്നെ അതിൻ്റെ ഒപ്പം ചെമ്മീനും കൂടി ആകുമ്പോൾ ഡബിൾ ഓക്കെ. അപ്പോൾ അതേ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പാകത്തിന് എനിക്ക് വെന്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത് മോര് കാച്ചിയതാണ്. ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ മോര് കാച്ചാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കോമ്പിനേഷനായിട്ട് എടുക്കുന്ന കറി, ചാറ് കറി എന്ന് പറയുന്നത് നമ്മുടെ മോര് കാച്ചിയതാണ്. സാധാ സിമ്പിൾ മോര് കാച്ചിയതാണ്. ഓൾറെഡി മോര് കാച്ചിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ കൂർക്കയുടെ ഒക്കെ ഒപ്പം ഇന്നിപ്പോൾ ചോറിന് കഴിക്കാൻ ചാറ് കറി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ അടിപൊളി ടേസ്റ്റുള്ള മോര് കാച്ചിയ കറിയാണ്. അപ്പോൾ മോര് കാച്ചിയും റെഡിയായി, നമ്മുടെ കൂർക്കയും റെഡിയായി. അപ്പോൾ എനിക്ക് ചോറിനാ സമയമായി. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.